ഇരിക്കില്ല. ഗ്യാങ് ഹൗസ് കൂട്ടി അവന്മാര് ഷൂട്ടിന് പോയെങ്കിലേ നമ്മൾ രക്ഷപ്പെട്ടിട്ടാണ് പോയത്. മനസ്സിലായ? നീയും തുടങ്ങിയല്ല പുണ്ട് ഒരു ഗ്യാങ്. നീ നിന്റെ വീട്ടിൽ തുടങ്ങിയല്ല ഒരു ഗ്യാങ് തുടങ്ങിയല്ല. എന്നിട്ട് അവന്മാരെന്ത് വീട്ടിൽ കയറി അവരടിച്ചാ? അവന്മാരെന്ത് വീട്ടിൽ കയറി വല്ലതും കാണിച്ചാ? കൊറേ ഉണ്ടായിരുന്നല്ലോ. ഒരുത്ത പെണ്ണുപിടിയോ, ഒരുത്ത കഞ്ചാവ്, ഒരുത്ത MDMA, കുറെ തായലികളെ, കുറെ ക്രിമിനൽസിനെ കൊണ്ടുവന്ന് നീ ഒരു ഗ്യാങ് ഹൗസ് തുടങ്ങിയല്ല. എന്നിട്ട് അവന്മാരെ എല്ലാരും ഇറങ്ങിയിട്ട് പറഞ്ഞ് ഷാജഹാൻ കുണ്ണയെന്ന്. എന്റെ അപ്പൊ നിനക്ക് വായില്ലായിരുന്ന? എന്നിട്ട് അതെല്ലാം വിട്. എന്നിട്ട് അടുത്ത വർഗീയത മുമ്പോ വന്ന്. മനസ്സിലായ? അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാജുഭായി? വർഗീയത മുമ്പോ വന്ന് കണ്ടിട്ടുണ്ടോ? മാസ്റ്റർ മൈൻഡ് ഇവനല്ലേ, ഇവന്റെ അച്ഛനാണ് മാസ്റ്റർ മൈൻഡ്. അയാൾ ഇവന് പറഞ്ഞു കൊടുത്തു, മറ്റേ പിടി കല്ല് പിടി അടി, കണ്ണടിക്കിട്ട് അടി, ചോദിക്കണമെന്നടുത്ത് പറ, കണ്ടവന് അച്ഛാന്ന് വിളിച്ചിട്ടാണെന്ന് പറ. നാടൻ ഉണ്ടാടാ മൈരിയ നിനക്ക്. ഇത്രയും വലിയ ഇത്രയും വലിയ സാധനം നീ എന്ന് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാ? ഞാൻ ചോദിക്കണമെന്ന് നീ ഉത്തരം പറ. നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാ? എന്നിട്ട് എന്താ ആൾക്കാർ അതൊക്കെ മറന്നു നീ വിചാരിച്ചാ? നിന്നെ പോലെ ഉണ്ടാ നമ്മളൊന്നും. ആൾക്കാരൊന്നും നിന്നെ പോലെ ഇല്ല. അപ്പം കണ്ണവനെ കയറി അപ്പാന്ന് വിളിക്കൂല കേട്ടാ പുണ്ടേ. എന്നിട്ട് അവൻ എന്നെ മുമ്പാ വന്നേക്കണ്. നീ അത് നിന്റെ അതിന്റെ എന്തോ ഒരു ഗ്യാങ്, അപരാധിച്ച ഗ്യാങ്ങിന് എന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോടാ. ആ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്ന? PSG പോത്ത് ഷാജഹാൻ ഗ്യാങ്. പോത്ത് ഷാജഹാന്റെ അണ്ടി കേട്ടാ. ഒരിക്കൽ വെട്ടിയതാണെന്നുണ്ടെങ്കിൽ നീ സുന്നത്ത് ചെയ്തോ ഇല്ലേന്നൊന്നും എനിക്കറിയാം. വെട്ടിക്കളയും കുണ്ടച്ചു പോലെ. ഞാൻ സുന്നത്തായിരിക്കും ചെയ്യണം. മറ്റേ രണ്ടിന്റെ ബോളുണ്ടല്ല ഉണ്ടാന്ന് ആർക്കറിയാം. കല്ലൊക്കെ വെച്ച് ഇടിച്ചതല്ലേ, കണ്ടവന്മാര് കൊണ്ടുപോയി കാണും ഡാപ്പറെ. എന്നിട്ട് അവ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു പുണ്ടച്ചു പോയിട്ട് അല്ല. നിന്റെ കുഴപ്പൊക്കെ അവിടെ മതി. മനസ്സിലായ? നീ ഇങ്ങോട്ട് ഉറി ഇറക്കാൻ പറഞ്ഞു. എന്നടാ അമ്മാരെ ഉറി നീ ഉറി ഇങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞതിന് മുമ്പ് നീ ആദ്യം അവിടെ മനസ്സിലായ? നീ പോത്തിന്റെ സാമാനത്തിൽ പിടിച്ച് അവിടെ ഇരുന്നു. നിന്നെ കൊണ്ട് അതേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നീ പോത്ത് കച്ചവടത്തിൽ ഇത് രക്ഷപ്പെട്ട് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കും. ഇപ്പൊ പറയും എന്റെ 1000 പോത്തുണ്ട്, ഒരു പോത്തിനെ കൊടുത്ത് എനിക്ക് 2.5 ലക്ഷം രൂപ കിട്ടും. 2.5 ലക്ഷം രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ നീ നിന്റെ കാര്യം നോക്കി ജീവിക്കണോ മയിലേ? ഞാൻ നിന്റെ അടുത്ത് ഒന്നും കൂടെ പറയാൻ സാധ്യതയാണ്. പണ്ടെനിക്ക് ഒരുപാട് നിന്റെ അടുത്ത് എനിക്ക് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ, പോടെ മൈരേന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഗ്യാങ് ഹൗസ്, ആ ഗ്യാങ് ഹൗസിലെ മെമ്പേഴ്സ്, ഇങ്ങനെ കുറെ കടമ്പകൾ എനിക്ക് കടക്കണമായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു പുണ്ടച്ച് പോലെ എനിക്ക് പേടിക്കണ്ട. മനസ്സിലായ? ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കണത്. നിന്നെ പോലെ അവരാധിച്ച ഗ്യാങ് തുടങ്ങിയിട്ട് അതും പിരിച്ചു വിട്ട് ഒരു കുണ്ണേ ഇല്ലാതെ അല്ല ഞാൻ ഇരിക്കണത്. നീ ആദ്യം അത് മനസ്സിലാക്ക്. ഞാൻ അവിടെ ഗ്യാങ് ഹൗസ് നിർത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലാണ് വന്നത്. മനസ്സിലായ? എനിക്കല്ല നിന്റെ അവിടത്തെ പെട്ടിക്കൂടിൽ കരിയിട്ട് വെച്ചേക്കണ പെട്ടിക്കൂടുണ്ടല്ല, അതിന്റെ അകത്ത് ചിലപ്പം തുറന്നു നോക്കുമ്പോഴേക്കും നിന്റെ അച്ഛൻ ചിലപ്പോൾ അതിന്റെ അകത്ത് കാണുമായിരിക്കും. അയാൾ ഇരിക്കണ കണക്കല്ല ഞാൻ ഇരിക്കണത്. ഇത് നീയായിട്ട് തുടങ്ങിയതാണ്ട പുണ്ടച്ചു പോലെ. നീയായിട്ട് നിന്റെ തന്തയ്ക്ക് വിളി എന്നെ കൊണ്ട് കേൾപ്പിച്ചതാണ്. മനസ്സിലായ? നിനക്കൊക്കെ റീച്ച് അങ്ങോട്ട് ഇപ്പൊ പൈസ ഇല്ലേ? പൈസ കൊടുത്ത് ഒരു 2 ഗീവ് അവേ ഏത്തുന്നതാ പുണ്ടച്ചു പോലെ നീ. 2 ഗീവ് അവേ. ആ ഗീവ് അവേ പൈസ കൊടുത്തിട്ട് ആവണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടി കൊടുക്കുകയും ചെയ്യും. അല്ലാതെ നീ എന്റെ വെക്കട്ടൊന്നും കേറല്ലേ ഷാജഹാനെ. നിനക്ക് താങ്ങൂല. മനസ്സിലായ? നീ ഇത് കാണിക്കും. നിന്റെ ഇതൊക്കെ കാണിക്കുമ്പോൾ നീ അവിടെ മലപ്പുറത്ത് കാണിക്കണം. മലപ്പുറംകാർക്കും ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് അവര് തന്നെ അന്ന് പറഞ്ഞത്. മനസ്സിലായ? നീ കാണിക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ 4 മതിന്റെ അകത്ത് അവിടെ നീ കാണിക്കണം. അതിന്റെ പുറത്ത് നീ കാണിക്കാൻ വരല്ലേ. ആണുങ്ങളടുത്ത് നീ ഇത് കാണിക്കാൻ വരല്ലേ കേട്ടാ. ഒന്നും കൂടെ ഓർത്ത് വെച്ചോ. ഞാൻ വീണ്ടും പറയാണ്, വീണ്ടും ഞാൻ ഇതിവിടെ വിടുകയാണ്. നീ ഇങ്ങോട്ടൊരു പറയുണ്ടാക്കി, ഞാൻ അങ്ങോട്ടൊരു പറ തന്ന്. മനസ്സിലായല്ല? ഇത് ഞാൻ വീണ്ടും ഇവിടെ വിടുകയാണ്. അപ്പൊ മോയ് ഇത് മാത്രം ആലോചിച്ചോ കേട്ടാ. ഇനി നിനക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് വെച്ചോ, നീ വാ. എന്റെ വീട്ടിലൊന്നും ഞാൻ നിന്നെ കയറ്റൂല. ഇവിടെ തൊട്ടപ്പുറത്ത് ശാന്തി കവാടമുണ്ട്. മനസ്സിലായ? അവിടെ അങ്ങ് അപ്പൊ എടാ ഇവനെ കൊണ്ട് പോത്തിനൊക്കെ നാണക്കേടാണ്ട ഈ പുണ്ണ. നീ എന്തിനു പിന്നെ അതിന് കൈ ഉണ്ടായിരുന്നുണ്ടെങ്കിലേ ഒറ്റയടിക്ക് ഇവനെ നോക്കൗട്ട് ആക്കിയാനെ. മനസ്സിലായ? നിനക്ക് ഞാൻ പറഞ്ഞല്ല, നിനക്ക് പറ്റൂലെങ്കിൽ വാ, തൊട്ടപ്പുറത്താണ് ശാന്തി കവാടം എന്ന് പറയും. മനസ്സിലായ? നീ വാ. നിനക്ക് അവിടെ ഞാൻ ഒരു ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. പക്ഷെ ഒരു കാര്യമുള്ളൂ ഷാജിന്, 1 മണിക്കൂർ കൊണ്ട് പരിപാടി തീരണം. കാരണം അവിടെ ഇങ്ങനെ ബോഡി വന്നുകൊണ്ടിരിക്കും ഒരുപാട് പേരുടെ. മനസ്സിലായ? പെട്ടെന്ന് വന്നാൽ നിന്നെ ഏതെങ്കിലും ഒരു ഡ്രോയറിൽ ഞാൻ കയറ്റി കിടത്താം. കേട്ടാ കുണ്ണേ. ആളും തരം പറഞ്ഞു കളി. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരന്മാർ അവിടെ ഉണ്ടല്ലോ. ഞാൻ ഇതെല്ലാം എനിക്ക് വയ്യ. ഇത്രയും ചീത്തയൊക്കെ ഞാൻ വിളിച്ചിട്ട് കുറെ നാളായി. മനസ്സിലായ? ഇത്രയും ചീത്തയൊക്കെ ഞാൻ വിളിച്ചിട്ട് കുറെ നാളായി. നീയായിട്ട് എന്നെ കൊണ്ട് ഞാൻ ഇത് വിട്ട കേസാ. എന്നെ കൊണ്ട് നീ ഇങ്ങനെ തുടങ്ങിപ്പിക്കല്ലേ. എനിക്ക് വയ്യ. നീ ഇല്ല ഇനി നാളെ ഏതെങ്കിലും കാറിന്റെ ചില്ലടിച്ച് നാളെ നോക്കിക്കോ. നാളെ വീഡിയോ ഇടും. ബാക്കിൽ താറിടുവേ. താറ് വേണം. താറുണ്ടെങ്കിലേ ഫ്രണ്ട് നിന്ന് വീഡിയോ പറയാൻ പറ്റും. നാളെ വല്ല റോൾസ് റോയ്സാ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് ക്രൂയിസറാ ഇട്ടിട്ട് വരും. ആരോടാണ് ഈ പറയണത്? പോത്താടാ പോത്ത്. ഉണ്ടച്ചി പോ തള്ളയോളി.
പോത്തവന്റെ അച്ഛൻ അണ്ടി കണ്ടാറോടി മയിരെ പോത്താണ് ഒരു പോത്ത്. നീ പോത്താണെന്നുണ്ടെങ്കിൽ പോത്തിന്റെ പുറത്ത് കയറി ഇരി, എന്നിട്ട് 2 വളിയും വിട്ടിട്ട് ഇറങ്ങിപ്പോ. അത് മിക്കവാറും ഇവരെ ഇടിച്ചു കൊല്ലും. ഇവ അവസാനം ചാവാൻ പോടെ എങ്ങനെയാണെന്നറിയാമോ? പോത്തിന്റെ ഇടി കൊണ്ടാണ് ഇവൻ ചാവണത്. അവസാനം പോത്ത് കുത്തി മനുഷ്യൻ ചത്ത്. ഇപ്പൊ കുറെ നാളുകൊണ്ട് കേൾക്കാത്ത ഒരു വാർത്തയാണ്. അടുത്ത ഇവനായിരിക്കും. ഇല്ലടാ, ഇത് വേണ്ട വേണ്ട. അമ്മാരെ ആ റൈനോ പറ. അമ്മാരെ പറയടാ. ഒരു മിനിറ്റ്. Because it is better MRZ family. Evolve coordination plus aggressiveness. WMRZ. കേട്ടല്ല, അമ്മ പറഞ്ഞ കേട്ടല്ല ഷാജാന, നിന്റെ അച്ഛന്റെ ഉറി. എടാ, ഇവന്റെ അച്ഛന്റെ ഉറിയൊന്നും ഇല്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവ ഇത്രയും കിടന്ന് കുറയ്ക്കൂലായിരുന്നു. സാജൻ സമാസ്യ താങ്ക് യു ബ്രോ, താങ്ക് യു ലവ് യു ഫ്രം MRC. പിന്നെ അപ്പൊ ഇത്രേ ഉണ്ട ഈ ഒരു സാധനം ഉണ്ടല്ലോ. ഇനിയിപ്പോ നാളെ വരും. ഇത് ഇവ നിർത്തിയാ ഇവന് കൊള്ളാം. ഇല്ലെങ്കിൽ ഇവ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എപ്പിസോഡ് പണ്ട് ഇത് എന്തെങ്കിലും ഒരു റീച്ച് കൊടുക്കണേ. നാളെ അളിയൻ വീഡിയോ ഇടും. ആരെങ്കിലൊക്കെ ഒന്ന് സഹായിക്കണേ. ഇത്തിരി എന്തെങ്കിലും കൊടുക്കണേ. റീച്ച് പൈസ തീർന്ന് ഇനിയിപ്പം ചെയ്ത് വരുത്താൻ പൈസ ഇല്ല. ഗീവ് അവേ ഒന്നും കൊടുക്കാൻ പൈസ ഇല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വല്ല മണവാട്ടിയൊക്കെ കൊണ്ടുവരണം. ആരെങ്കിലൊക്കെ കൊണ്ടുവരണം. മനസ്സിലായി? ആരെങ്കിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി അതിന് അങ്ങനെ വല്ല ഗീവ് അവേ ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഞാൻ ഇത് വിട്ട്. ഇതാരാ? നീ എന്തിനാ നേരത്തെ കല്യാണം കഴിക്കണമെന്ന്? ഞാൻ സിറ്റിയിലകത്തോ ഉമേഖുള്ള കേസാ പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞത്. ഇവ കയറിയിരിക്കുന്നുണ്ട്. ലൈവ് ഇട്ട് കയറുന്ന കണ്ടിട്ടില്ല. നമുക്കൊന്നും ആ കഴിവില്ല. അടിപൊളിയാണ്. ഇത് ആരുടെ ഈ തീട്ട റീലൊക്കെ ഉണ്ടാക്കി ഇതിൽ കൊണ്ടിരുന്നത്? ഓൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായെന്ന്. അമ്മാനെ ഞാൻ ഇന്നലെ കൊണ്ടുവിട്ടതിനു ശേഷം നീ എവിടെയെങ്കിലും പോയാ? അമ്മാനെ ഉറപ്പല്ലേ? സത്യം പറയടാ. അത് ഏത് അക്കൗണ്ട് നോക്കിയാണ്? ഇവിടെ തന്നെ നോക്കിയാണ്. നോക്കിയത് ഏത്? അമ്മ ടീച്ചറാണോ നോക്കിയത്? അല്ലല്ല. പാലത്തിനടിയിൽ വെച്ച് സാരി ഉടുത്ത ഒരു യുവാവിനെ പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. ഇത് തന്റെ പാഷനാണെന്ന് പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു. സാധാരണ മാക്കാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അതില് സത്യം സാധാ മാക്ക്, റിയൽ ലൈഫിൽ മാക്കാണ് ഇതൊക്കെ പറഞ്ഞത്. മലപ്പുറംകാർക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ്. ഇത് ഉള്ളൊരു എടാ പുണ്ട ബിലാലെ, ഞാൻ അതെടുത്ത് മേളിൽ ഇട്ടേന്ന് പറഞ്ഞ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്നും ഇത് താഴെയല്ലേ ഇരിക്കണത്. ഇന്ന് ഒരു ദിവസം മാറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കന്നിമൂല മാറി കിടക്കായിരുന്നു. കന്നിമൂല മാറ്റി ഞാൻ. അപ്പൊ സ്ക്രീൻ ഷെയർ കാണാല. അപ്പൊ ഒരു വർഷം മുമ്പ് ഞാൻ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ഇപ്പൊ ഒരു വർഷം ആയിട്ടുണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ സമയത്ത് ഒരു ഡാപ്പറിന്റെ 1 മില്യൺ കിടന്ന അക്കൗണ്ട് ഊമ്പി താഴോട്ട് പോയി അവസാനം അത് അടിച്ചു പോയി. മനസ്സിലായ? അത് അവസാനം അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. വീണ്ടും അവൻ ഒരു അക്കൗണ്ട് തുടങ്ങി. കുറെ പോത്തും കുട്ടികളെ വാങ്ങിച്ച് പോത്തും കുട്ടികൾക്ക് ഷാനെന്നും ഉസ്മാനെന്നും റഹ്മാനെന്നും ബീരാനെന്നും ഒക്കെ പേര് വിട്ട് അവൻ വളർത്തി. എങ്കിൽ അവൻ വളർത്തി അവന്റെ കാര്യം നോക്കി അങ്ങ് പോണം. പിന്നെ അവൻ എന്തിനാണ് എന്റെ കുണ്ണയ്ക്ക് പിടിക്കാൻ പറഞ്ഞത്? ഞാൻ അവന്റെ പോത്തും കുട്ടിയെ എടുത്താ, അല്ലെങ്കിൽ ഞാൻ അവന്റെ പോത്തിനെ എടുത്തോണ്ട് വന്നാ? ഇത് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മുത്തേ ഒരു മിനിറ്റ്. ഇത് ഫുൾ സ്ക്രീൻ ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? ഫുൾ സ്ക്രീൻ ഓക്കെ അല്ലേ?
കാണാമോ? ലൈവായിട്ട് മറ്റേ ഒരു ഡിലേ ഉണ്ട്. ലൈവ് ഓക്കെ അതിനെ എടാ ഓക്കെയാണോ? 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 ഓക്കെ അല്ലേ? പക്ഷെ അത് ആ ഇത് ബേക്കത്തെ ഗ്രീൻ സ്ക്രീൻ ഒരു സീനുണ്ട്. അത് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ മാറ്റണം. അത് കുഴപ്പമില്ല. അത് മാറ്റണോ? കുഴപ്പമില്ല. എടാ ഓക്കെ അല്ലേ? ഓക്കെ ചാറ്റ് മൊത്തം ഓക്കെയാണ്. അപ്പൊ മുത്ത എനിക്കൊരു